കലക്കും തൃശ്ശൂരിൽ കൈരളി ന്യൂസ് സ്റ്റുഡിയോയിൽ തത്സമയം എനിക്കൊപ്പം ഒരു അതിഥി കൂടെയുണ്ട്. അതിഥി എന്ന് പറയാൻ പറ്റില്ല, ആതിഥേയാണ്. തൃശ്ശൂരിൻ്റെ സ്വന്തം ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ആണ് കൈരളി ന്യൂസ് സ്റ്റുഡിയോയിൽ നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത്. കൈരളി ന്യൂസ് സ്റ്റുഡിയോയിൽ മാത്രമാണ് അതിഥി. കലോത്സവത്തിൽ മിനിസ്റ്റർ ഏതായാലും ആതിഥേയാണ്. കഴിഞ്ഞ ഒരു മാസത്തിലേറെ സമയമായി ഇതിൻ്റെ സംഘാടകത്തിൽ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് മിനിസ്റ്ററെ കാണാമായിരുന്നു. മിനിസ്റ്ററിൻ്റെ ഫോൺ കോളുകളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. ഇവിടെയുള്ള ഈ തൃശ്ശൂരുകാർ പൂരം ഏറ്റെടുക്കുന്നത് ഏത് രീതിയിലാണോ അതേ രീതിയിൽ കലോത്സവം ഏറ്റെടുക്കാൻ തൃശ്ശൂരുകാരെ സജ്ജമാക്കിയെടുക്കാൻ കുറച്ചേറെ കഷ്ടപ്പെട്ടു അല്ലേ? സാംസ്കാരിക തലസ്ഥാന നഗരമാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ സാംസ്കാരിക പരിപാടികളുടെ സംഘാടനം സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം മനുഷ്യരുണ്ട് ഇവിടെ. അതുകൊണ്ട് അതത്ര വിഷമമുള്ള കാര്യമല്ല. വിവിധങ്ങളായിട്ടുള്ള സാംസ്കാരിക പരിപാടികൾ കോർഡിനേറ്റ് ചെയ്തും സംഘടിപ്പിച്ചുമൊക്കെയുള്ള അനുഭവ സമ്പത്തുള്ള നിരവധി പേർ ഇവിടെ സഹായികളായിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ നഗരത്തിൻ്റെ ടോപ്പോഗ്രഫി, അതിൻ്റെ ഭൂമിശാസ്ത്രം, ഇത് സംസ്ഥാന സ്കൂൾ കലോത്സവം പോലുള്ള പരിപാടി സംഘടിപ്പിക്കാൻ ഏറെ അനുയോജ്യമായിട്ടുള്ള ഒന്നാണ്. നഗരഹൃദയത്തിലാണ് തുറന്നു കിടക്കുന്ന തേക്കിൻകാട് മൈതാനം. വളരെ വിസ്തൃതമായ മൈതാനമാണ്. നിരവധി വേദികൾ ഈ മൈതാനത്ത് തന്നെ നമുക്ക് സാധ്യമാക്കാൻ സാധിക്കും. അതുപോലെ ടൗൺ ഹാളും സാഹിത്യ അക്കാദമി ഹാളും റീജിയണൽ തിയേറ്ററും ഒക്കെ നിരന്നു നിൽക്കുന്ന കൾച്ചറൽ കോറിഡോർ, അതും തൃശ്ശൂർ പട്ടണത്തിൻ്റെ സ്വന്തമാണ്. അപ്പോൾ വേദികളൊക്കെ അടുത്തടുത്ത് നൽകാൻ കഴിയുന്ന വിധത്തിൽ വിപുലമായ സാധ്യതകളുള്ള തൃശ്ശൂർ. മറ്റൊരു നഗരത്തിലും ഇത്രയ്ക്കധികം വേദികൾ നമുക്ക് ഒരേ സമയം കൊടുക്കാൻ കഴിയുന്ന നിലയിൽ സജ്ജമല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം 25 വേദികളും അടുത്തടുത്ത് സംവിധാനം ചെയ്യാൻ സാധിക്കുന്നു. വലിയ അപാകതകളൊന്നുമില്ലാതെ, പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ മികച്ച നിലയിൽ ഈ കലോത്സവം മുന്നോട്ട് പോകുന്നു. ഈ ഉത്തരവാദിത്തത്തിൻ്റെ ഇടയ്ക്ക്, സംഘാടനത്തിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു മത്സരം കാണാൻ പറ്റിയോ? ഞാൻ കഥകളിയും മോഹിനിയാട്ടവും തിരുവാതിരക്കളിയും ഒക്കെ കണ്ടു. മലയാള നാടകം കാണണമെന്നാണ് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ കാണാൻ സാധിച്ചിട്ടില്ല. ഇപ്പം മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് കാണാൻ കഴിഞ്ഞില്ല. നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ നാടക മത്സരം വളരെ ഗംഭീരമായ ഒന്നാണ്. സമകാലിക സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലൊക്കെയുള്ള വിഷയങ്ങൾ കുട്ടികൾ ഏറ്റവും മനോഹരമായിട്ട് തികവോടെ അവതരിപ്പിക്കുന്ന വേദിയാണ് നമ്മുടെ നാടകവേദി. കലോത്സവത്തിൻ്റെ മുറ്റത്തേക്ക് എത്തുമ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ, ഇവിടെ ചെണ്ടപ്പുറത്ത് കോല് വീഴുമ്പോൾ എല്ലാവരും പൂരപ്രേമികളാകും. പൂരത്തിൻ്റെ താളത്തിൽ ഇങ്ങനെ അലിഞ്ഞ കൈകൾ ഉയർത്തി താളം പിടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. കലോത്സവത്തിൻ്റെ വേദിയിലേക്ക് എത്തുമ്പോൾ തന്നെ എല്ലാവരും ഒരു കലോത്സവ കുട്ടികളായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ബിന്ദു മിനിസ്റ്ററോട് അത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. കലയുമായിട്ട് അത്രയേറെ അഭേദ്യ ബന്ധം, ആഭിമുഖ്യമുള്ള ആളാണ്. കലോത്സവ വേദികളിലേക്കൊക്കെ എത്തുമ്പോൾ ഈ ബഹളങ്ങളും പാട്ടും ഒക്കെ കേൾക്കുമ്പോൾ പഴയ ഓർമ്മകളിലേക്കൊക്കെ മനസ്സ് പോകുന്നുണ്ടോ? തീർച്ചയായും. എന്നെ സംബന്ധിച്ചിടത്തോളം കലോത്സവം എന്ന് പറയുന്നത് ഗൃഹാതുരത്വത്തിൻ്റെ ഒരു വലിയ വേലിയേറ്റം തന്നെയാണ്. അതാണ്. അത് കേരളത്തിൽ സ്കൂളുകളിൽ പഠിച്ചു വളരുന്ന ഏതൊരാൾക്കും, അത് മത്സരാർത്ഥി ആയിക്കോട്ടെ കാണി എന്ന നിലയിലായിക്കോട്ടെ, അയാളുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഓർമ്മകൾ എന്ന് പറയുന്നത് കലോത്സവ വേദിയുമായി ബന്ധപ്പെട്ടുള്ളതായിരിക്കും. പങ്കാളികളാകുന്ന കുട്ടികളും അതുപോലെ കാണുന്ന കുട്ടികളും ഏറ്റവും അധികം സ്നേഹത്തോടെ ഉള്ളിൽ സൂക്ഷിക്കുന്ന അരുമയായിട്ടുള്ള ഓർമ്മകൾ കലോത്സവ വേദികളിൽ നിന്നുള്ളതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കലോത്സവ വേദികളിൽ കാണുന്ന താരങ്ങളെ പിന്നീട് കാണുന്നില്ല എന്നൊരു പരാതിയുണ്ട്. മിനിസ്റ്റർ ആയിരിക്കെ, മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കെ സമയത്ത് പോലും കഥകളിക്ക് ചായമിട്ട് കഥകളി അവതരിപ്പിച്ചതാണ് ബിന്ദു മിനിസ്റ്റർ നമുക്ക് മുൻപിൽ. അപ്പോൾ അങ്ങനെ കലോത്സവ വേദികളിൽ നിന്ന് പിന്നാക്കം പോകുന്ന കുഞ്ഞുങ്ങളോട് എന്താ പറയാനുള്ളത്? അത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില ധാരണകളുടെ കൂടെ ഭാഗമായിട്ടാണ്. ഒരു കൗമാരപ്രായം കഴിയുമ്പോഴേക്കും ഉത്തരവാദിത്തങ്ങളുടെ ഭാരം വന്നു ചേരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു വരുമാനദായകമായ തൊഴിലിലേക്ക് പോകേണ്ട നില വരുമ്പോൾ തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും കലയുടെ വഴികൾ അല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹം പലപ്പോഴും ഇപ്പോഴും ആ അതിയാഥാസ്ഥിതികമായ മൂല്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ചില കാണാച്ചങ്ങലകൾ, വിലങ്ങുകളൊക്കെ ഇപ്പോഴും സ്ത്രീ ജീവിതത്തിൻ്റെ മീതെ ഉണ്ട്. അതുകൊണ്ട് പല പെൺകുട്ടികളും വളരെ മിടുക്കികളായിട്ട് നൃത്തവും സംഗീതവും ഒക്കെ അവതരിപ്പിക്കുന്ന കുട്ടികൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ ഈ സർഗാത്മകമായ കഴിവുകളൊക്കെ
അവിടെ മാറ്റിവെച്ച് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ മുഴുകുന്നതായ സ്ഥിതിയുമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ തുടങ്ങി വെച്ച ഈ കലയിലേക്കുള്ള നമ്മുടെ യാത്ര അത് ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടാവണം. പിന്നെ അത് വളരെ റിസ്ക്കുള്ള വഴിയാണ്. കല ഒരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കാൻ വളരെയധികം ആത്മബലം, കമ്മിറ്റ്മെൻറ്റ് ഒക്കെ വേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് കല എന്നുള്ള കാര്യം മുഖ്യ തൊഴിലായിട്ട് സ്വീകരിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന സാമൂഹ്യ പിന്തുണയും നല്ല രീതിയിലുള്ള ഒരു സാമ്പത്തിക വരുമാനം അവർക്കുണ്ടാകും എന്ന് ഉറപ്പുണ്ടാക്കുകയൊക്കെ ചെയ്യാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. എന്നാലേ കലയുമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു മിനിസ്റ്ററെ. വളരെയധികം തിരക്കുണ്ട് എന്നറിയാം. അല്പസമയം കൈരളി സ്റ്റുഡിയോയിൽ എത്തിയതിനും ഞങ്ങളോട് സംസാരിച്ചതിന് താങ്ക് യു സോ മച്ച്.